കർക്കിടക മാസത്തിൽ നമുക്ക് ദിവസേന കുടിക്കാൻ പറ്റിയ ചായേൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഉലുവ ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉലുവേൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണല്ലോ അല്ലേ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ ഒരു മാസം മുഴുവനായിട്ട് നിങ്ങൾ രാവിലെയോ വൈകുന്നേരമോ ഒന്ന് കുടിച്ച് നോക്കുക. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ രാവിലെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിന്. ഇത് നമുക്ക് പാലൊഴിച്ചിട്ടും അല്ലാണ്ടും ചെയ്യാം, കട്ടൻ ചായ പോലെയും ചെയ്യാം. അപ്പോൾ പാലൊക്കെ എന്ന് പറയുമ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരൊന്ന് പേടിക്കുമല്ലേ, നമ്മൾ ഈ പാല് കൊളസ്ട്രോൾ അല്ലേ, അതിൽ ഫാറ്റ് അടങ്ങിയിരിക്കുന്നില്ലെന്ന്. അപ്പോൾ പാലിൽ നിങ്ങൾക്ക് പാട നീക്കം ചെയ്ത പാലുണ്ടാവുമല്ലോ, നമ്മളെ ലോ ഫാറ്റ് മിൽക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. കട്ടൻ ചായനേക്കാളും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് പാൽ ചായയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ 2 ചായയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിതായിരുന്നു കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ കുട്ടികൾക്കും കുടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചായയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഉലുവ ചായ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം അളവിൽ ഉലുവ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോ വെച്ചിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അളവ് തന്നെ ഉണ്ടാവും നമ്മളിത് വറുത്ത് പൊടിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് തീയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഉലുവപ്പൊടി നമുക്ക് ചായ ഉണ്ടാക്കാൻ മാത്രമല്ല, നമുക്ക് കറികളിൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഉലുവ മുഴുവനായിട്ടും വറുത്തിടാറുണ്ട്. അതുപോലെ അതിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് കറി വെക്കാറില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഉലുവ ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതാ ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു കപ്പിനാണ് ഞാൻ വെള്ളം അളന്നെടുക്കുന്നത്. അപ്പോൾ 2.5 കപ്പാണ് വെള്ളം അളന്നെടുക്കുന്നത്. അപ്പോൾ പാല് കുറച്ച് അധികം നിന്ന് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പാൽ ചായ വെക്കുന്നതാണെങ്കിലും പാല് കുറച്ച് അളവിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ആ പാൽ ചായക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നല്ല ഞാൻ എടുത്തത് ലോ ഫാറ്റ് മിൽക്ക് അല്ല, നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തത്. അത് ഞാനൊരു ഈ ഒരു കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടീസ്പൂണിന് നമ്മളിപ്പോൾ ഒരു 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ചായപ്പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അപ്പോൾ എത്ര നിങ്ങൾക്ക് മധുരം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചായ പിണ്ടിയില്ലേ, അതൊക്കെ അരിച്ചൊഴിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ 2.5 കപ്പ് വെള്ളവും അതുപോലെ 2 കപ്പ് പാലുമാണ് എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 4.5 ഉണ്ടല്ലോ, 4.5 കപ്പിന് ഞാനിവിടെ 4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതുപോലെ ചായപ്പൊടിയും നിങ്ങളെ ഇഷ്ടത്തിന് കടുപ്പത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് ചുക്കുപൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി ഉണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ട് ഒന്ന് ചതക്കിയിട്ട് ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, നല്ലത് തന്നെയാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉലുവപ്പൊടി കൂടി പോകരുത്. നമ്മൾ പൊടിച്ച് വെച്ചതിന് ഈ 1/4 ടീസ്പൂൺ നമുക്ക് ഈ 4 കപ്പിന് മതിയാകും. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ചായ തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് തിള വരാൻ തുടങ്ങും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഇടയ്ക്കിടെ ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ചായ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മളിപ്പോൾ എപ്പോൾ എല്ലാവർക്കും പറ്റുന്ന സംഭവമാണല്ലേ, എനിക്കടക്കം പറ്റും ഞാനിത്. നമ്മൾ എത്ര നേരം ചായ നോക്കി നിന്നാലും നമ്മളെ കണ്ണൊന്ന് തെറ്റുമ്പോൾ അത് പതച്ചടുപ്പിൽ മറിയുകയും ചെയ്യും. അപ്പോൾ ഈ തിളച്ച് മറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചായൻ്റെ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചായ നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 2 മിനിറ്റോളം ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ ചായപ്പൊടീൻ്റെ ആ ഒരു സത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നല്ലൊരു കടുപ്പ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ട് ചായൻ്റെ കടുപ്പം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ പല ആൾക്കാരും ഞാനൊരു ചായൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചായ അധികം തിളക്കാൻ പാടില്ല, ചായപ്പൊടി അധികം തിളച്ച് കഴിഞ്ഞാൽ മോശമാണ്, അങ്ങനെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ എപ്പോഴും നല്ലോണം തിളപ്പിച്ച് നല്ല കടുപ്പുള്ള ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. കടുപ്പുള്ള ചായ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ തിളപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് ചായ കുടിക്കുക. പക്ഷേ അത് പാല് കുടിക്കുന്ന പോലെ ഉണ്ടാവും, ആ ചായ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിലോട്ട് ഒന്ന് ഒരു കപ്പിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ചായ ഏറ്റവും അധികം ടേസ്റ്റ് കൊടുക്കുന്ന നമ്മളെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ 1-2 പ്രാവശ്യം അല്ല, ഒരു 3-4 പ്രാവശ്യം തന്നെ നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ ഓരോ കപ്പിലിട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിക്കുക. അതാണ് ഏറ്റവും അധികം ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പല ന്യൂസുകളും കാണാറുണ്ട്, ചായ മോശമല്ല, നമ്മളെ ശരീരത്തിന് നല്ലതല്ല, ക്യാൻസർ വരുത്തും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷേ എന്നാലും നമ്മൾ അതൊന്നും കേട്ട് കഴിഞ്ഞാൽ മലയാളികൾ പ്രത്യേകിച്ച് ചായ ഒഴിവാക്കുന്ന ശീലമൊന്നുമില്ല. നമ്മളെന്ത് കേട്ട് കഴിഞ്ഞാലും ചായയും കാപ്പി ഒഴിവാക്കുന്ന ശീലം നമുക്കില്ല.
അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, ചായ കുടിക്കുന്നതും കാപ്പി കുടിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മളിത് 2 കപ്പിലേക്കാണ് ഇപ്പോൾ ഞാൻ ആക്കിയെടുത്തത്. അപ്പോൾ ഈ ഒരു ചായ നമുക്ക് കുട്ടികൾക്ക് പോലും കൊടുക്കാം കേട്ടോ. നമ്മൾ മരുന്നുകൾ ഉലുവയൊന്നും അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉലുവ നമുക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ മരുന്ന് പൊടികളിലോ ഔഷധ കഞ്ഞികളിലൊക്കെ ഉപയോഗിക്കുന്ന ചില മരുന്നുകളുണ്ട്, നമ്മൾ തേറ്റാങ്കുരു എന്ന് പറയുന്ന, അതുപോലെ ചതൂപ്പ എന്ന് പറയുന്ന മരുന്നുകളൊന്നും അങ്ങനെ കൊടുക്കരുതെന്നേ ഉള്ളൂ. ഉലുവക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെന്താ കറികളിൽ ഉണ്ടാക്കിയിട്ട് പെൺകുട്ടികൾ കഴിക്കുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കുക. അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ശരീരത്തിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ ഉലുവേൻ്റെ ഗുണങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയുന്നത്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇത്. ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ആസിഡിറ്റിക്കൊക്കെ നല്ലൊരു എഫക്റ്റാണ് ഇത് കഴിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ട് വെറും വയറ്റിൽ ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉലുവ ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും കുതിർത്ത് വെച്ചിട്ട് മുളപ്പിച്ചിട്ടൊക്കെ കഴിക്കുന്നതാണ് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചായ ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കാൻ പാടില്ല. ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. താങ്ക്